തിരുവനന്തപുരത്തേക്ക് പോകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം എത്തും. ആ, സലീം മാലിക് വിവരങ്ങൾ നൽകും. സലീം, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം തന്നെ പ്രസ് ക്ലബിന് മുന്നിൽ നിന്ന് ആരംഭിക്കും. അതിനുശേഷം ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് എത്തും. ഇതിനോടകം തന്നെ പോലീസിന്റെ ഒരു വലിയ സന്നാഹം ഇവിടേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ സമരം തന്നെ സംഘടിപ്പിക്കും എന്ന അവകാശവാദവുമായാണ് അവർ ഈ സമരത്തിലേക്ക് വരുന്നത്. പ്രസ് ക്ലബിന് മുൻപിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്താനാണ് അവരുടെ പദ്ധതി. മാത്രമല്ല 500-ലധികം പ്രവർത്തകരെ ഇതിനോടകം തന്നെ അവർക്ക് അണിനിരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അല്പസമയത്തിനകം തന്നെ മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നുള്ള പരമാവധി പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രതിഷേധമായി ഇവിടേക്ക് എത്തും. ഇവിടേക്ക് എത്തിയതിനു ശേഷം ആ സമരം മറ്റൊരു നിലയിലേക്ക് മാറുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യത്തെ, പുതുതായി ചുമതലയെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു സംസ്ഥാന പരിപാടിയാണ്, ഒരു വലിയ പരിപാടിയാണ്. അതിനെ പരമാവധി വലിയ നിലയിൽ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് എന്ന നിലയിലാണ് അവർ ഈ സമരത്തെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് തന്നെ അവരുടെ സമരത്തിന്റെ സ്വഭാവം മറ്റൊരു നിലയിലേക്ക് വഴിതിരിച്ചു വിട്ടത് നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ്. കാരണം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത് ആരംഭിച്ച കാസർഗോഡ് മുതൽ എല്ലാ സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള കരിങ്കൊടി പ്രതിഷേധമുണ്ട്. പക്ഷേ ആ പ്രതിഷേധങ്ങളെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും ചേർന്ന് അടിച്ചമർത്തുന്ന ഒരു സ്ഥിതി കണ്ടതായിരുന്നു നമ്മൾ ആദ്യ ദിവസം മുതൽ, നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ. പക്ഷേ ഇന്നലെ കൊല്ലം ജില്ലയിലേക്ക് എത്തിയപ്പോൾ കഥ മാറിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ഈ സമരം തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന നിലയിലൊരു പ്രചരണത്തോടു കൂടി അതിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വലിയ നിലയിലുള്ള ആ ഒരു ആഘോഷിക്കുക കൂടി ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം, സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. മുതിർന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്നാണ് ആ പ്രതിഷേധ റാലി ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലമീൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട് എന്ന് തോന്നുന്നു, ദൃശ്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആ മാർച്ചിന്റെ മുൻനിരയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ നിന്നാണ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ പ്രവർത്തകരെ അണിനിരത്താൻ നേതൃത്വം ശ്രമം നടത്തിയിരുന്നു. അത് ആദ്യഘട്ടത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പ്രവർത്തകരുടെ പങ്കാളിത്തം നമുക്ക് ഈ മാർച്ചിൽ കാണുകയും ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പരിപാടിയാണ്. അതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ് നേതാക്കൾ കാണുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച ഭിന്നശേഷിക്കാരൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിനിരയായ ഭിന്നശേഷിക്കാരൻ, അദ്ദേഹവും ഈ മാർച്ചിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ട്. അതിന് പിന്നിലായാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മറ്റു നേതാക്കൾ, ഷാഫി പറമ്പിൽ, DCC അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മാർച്ചുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നവകേരള സദസ്സിനെതിരെ നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ യൂത്ത് കോൺഗ്രസ് KSC പ്രവർത്തകരെ ഡിവൈഎഫ്ഐ നേതൃത്വം തല്ലിച്ചതയ്ക്കുമ്പോൾ, CPM പ്രവർത്തകർ തല്ലുമ്പോൾ പോലീസ് നോക്കുകുത്തിയാകുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഒക്കെ ആക്ഷേപം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലേക്ക് നടക്കുന്നത്. ആ സമരത്തിന്റെ മുൻനിരയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ആ സമരം നയിച്ചു വരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ വരുന്നതും. MLA മാരടക്കമുള്ളവരുണ്ട്, കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമുണ്ട്, ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവർ ആ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ വരികയാണ്. ഇതിലേറ്റവും പ്രധാനം പോലീസിനെതിരെ നടക്കുന്ന ഒരു പ്രതിഷേധ മാർച്ചാണ്. ഈ പ്രതിഷേധ മാർച്ചിൽ വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിന്റെ പ്രധാന സമരഗേറ്റിലേക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിഷേധം അണപൊട്ടുന്നൊരു കാഴ്ച അവിടെ കൃത്യമായി ഉണ്ടാകും. പോലീസ് ഈ സമരത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് പോലീസിനെതിരെ നടക്കുന്ന സമരത്തിൽ പോലീസുമായി നേർക്കുനേരെത്തുമ്പോൾ പ്രവർത്തകർ ഏത് രീതിയിൽ സമരത്തിന്റെ മുറമാറ്റുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും
നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സിന് തലസ്ഥാനത്തേക്ക് കടക്കുകയാണ്. പല പോലീസ് ഉദ്യോഗസ്ഥരും ആ ഡ്യൂട്ടിയിലാണ്. പോലീസുകാരുടെ കുറവുണ്ട് എന്ന് മാത്രമല്ല, ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി വലിയ പോലീസ് വിന്യാസം ആ അർത്ഥത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലൊഴിച്ച് മറ്റിടങ്ങളിലൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. അവിടെയും സുരക്ഷ ഒരുക്കണം. അതിനിടയിലാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധവുമായും എത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന് ശേഷം നാളെ KSU DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്യും. അതിന് പിന്നാലെ KPCC ആഹ്വാനം ചെയ്തിട്ടുള്ള DGP ഓഫീസ് മാർച്ചുമുണ്ട്. അങ്ങനെ പോലീസിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. പോഷക സംഘടനകളും സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. പോലീസിനെ നട്ടം തിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായിരുന്നാലും പ്രസ് ക്ലബിന് മുന്നിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. VD സതീശനും MLA-മാരും ഉൾപ്പെടെയുള്ളവർ അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടുതാനും. യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരടക്കം വലിയ ഒരു നിര ഈ സമരത്തിന്റെ മുൻനിരയിലും പിന്നിലുമൊക്കെയായിട്ട് കാണാം. 500-ലേറെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന വലിയ ഒരു പ്രതിഷേധം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ആ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിഷേധം എന്തുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. ഇന്നലെ K മുരളീധരൻ MP അടക്കമുള്ളവർ ഈ സമരം ഏറ്റെടുക്കണം, കോൺഗ്രസ് നേതൃത്വം തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിമർശനമൊക്കെ ശക്തമായതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ KPCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പലയിടത്തും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ആ മാർച്ചിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയും MLA-മാരെയും ഒക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം. നവകേരള സദസ്സ് ആ യാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള 3 ദിവസം തിരുവനന്തപുരം ജില്ലയിലാണ് പര്യടനം. ഈ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചും ജില്ലാ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കിയുമൊക്കെ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായുള്ള സമരപരിപാടികൾക്കാണ് ഇന്നിപ്പോൾ KPCC തുടക്കം കുറിക്കുന്നത്. നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ വ്യത്യസ്ത സമരപരിപാടികൾ യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസുമൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരെയൊക്കെ പരമാവധി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് KPCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചായിരുന്നു ആദ്യ പടിയായി സ്വീകരിച്ചത്. ആ മാർച്ച് ഇപ്പോൾ പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ്. വലിയ പോലീസ് വിന്യാസം ഇതിനോടകം സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഗവർണറുടെ സുരക്ഷ, നവകേരള യാത്രയുടെ സുരക്ഷ ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കൂടെയാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് വലിയ പ്രതിഷേധ പരിപാടികളും കോൺഗ്രസ് നേതൃത്വം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികളുടെ മറ്റു വിവരങ്ങളുമൊക്കെ ഉണ്ടാകും. വാർത്താമഴ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. നമസ്കാരം.